ഹലോ എവ്രിവൺ. ഇന്ന് നമുക്ക് കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിന്നാണ്. അവരെ വീട്ടിൽ വളർന്ന കോവയ്ക്കയും പിന്നെ അതുപോലെ തന്നെ വടുക്കപ്പുളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് കറിയും ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്യാണ് കോവയ്ക്ക. അതുപോലെ വടുകപ്പുളിയുടെ ഔട്ടർ സ്കിന്നെല്ലാം മാറ്റി. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ട് വഴച്ചി കൊടുക്കാം. ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണയുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് ഒരു 3-4 മിനിറ്റ് അടച്ചങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അത് സോഫ്റ്റായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പിന് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ അരച്ച് ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച അരപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നപോലെ തന്നെ പാകത്തിന് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. നമുക്കിപ്പോൾ ഇതാ കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ആ സോക്ക് ചെയ്ത വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വേവിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ അങ്ങനെ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ, അതും പ്രത്യേകിച്ച് പാലക്കാടൻ മട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതാ ഉപ്പേരിക്ക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചു. ബാക്കി കോവയ്ക്ക, സവാളയും പച്ചമുളകും ഇതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ വട്ടത്തിൽ കട്ട് ചെയ്ത കോവയ്ക്കയും ആഡ് ചെയ്ത ശേഷം ഉപ്പും ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അടച്ച് വേവിക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈയും ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ കറി നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം വേകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങ, മറ്റേ വടുകപ്പുളി നാരങ്ങ കട്ട് ചെയ്ത് തുടങ്ങാം. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഉപ്പിട്ടിട്ട് വേണം ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട്. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കരിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയും, മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കോവയ്ക്ക ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് വേർഷൻ. അവിടുത്തെ ഉപ്പേരിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതും സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ വടുകപ്പുളിയിലും ഇതാ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി, വട്ടത്തിൽ കട്ട് ചെയ്ത പച്ചമുളക്, കരിവേപ്പില ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും ഒരു എരിവിനനുസരിച്ചിട്ടാണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടിയിലൊക്കെ പച്ച മണമൊക്കെ പോകുന്ന വരെ. പുളി ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നാരങ്ങ വലിപ്പത്തിൽ. അപ്പോൾ ആ പുളിയുടെ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുളിവെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നാരങ്ങ ഉപ്പും ചേർത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ഇത് ബോയിലാവട്ടെ. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഇതാ ഒരു ശർക്കരയുടെ അച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മധുരവും ഉണ്ടാവും. പുളി മധുരമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മുടെ ശർക്കരയുമൊക്കെ അലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ നാരങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. വടുകപ്പുളി നാരങ്ങാക്കറി. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഉച്ചയൂണിന് ഇന്ന് നാരങ്ങാക്കറി, നമ്മുടെ കോവയ്ക്ക ഫ്രൈയും പിന്നെ കോവയ്ക്ക കറിയും, ഇതാണ് ഇന്നുണ്ടാക്കിയത്.
അപ്പോൾ ഇതുപോലെ കോവയ്ക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. അപ്പോൾ ഉച്ചയൂണിന് എന്താ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.